ഇപ്പൊ വിവസ്വാന്റെ പുത്രിയായിട്ട് ശ്രദ്ധ, സൂര്യപുത്രിയാണ് ശ്രദ്ധ. നല്ല ഫലങ്ങളെ ജനിപ്പിക്കുന്നവളാണ് ശ്രദ്ധ. വാക്കിൻ്റെയും മനസ്സിൻ്റെയും ബാഹ്യരൂപമാണ്. ഒരു കർമ്മം തെറ്റായ വാക്കുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അത് അബദ്ധമായാൽ അതിനെ ശ്രദ്ധ രക്ഷിക്കും എന്നാണ്. ഒരു കർമ്മം തെറ്റുകൊണ്ട് എന്തെങ്കിലും അബദ്ധം സംഭവിച്ച് അത് തെറ്റാവുന്നു എന്ന് കണ്ടാൽ അവിടെയും ശ്രദ്ധയാണ് അതിനെ രക്ഷിക്കുന്നത്. അവ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായിട്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതൊരു പാപമായിട്ടാണ് പൂർവികർ പറയുക. ശ്രദ്ധയും വിശ്വാസവും അത് നമ്മളുടെ പാപത്തെ പോലും കഴുകിക്കളയും എന്നാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം. ശ്രദ്ധാലുവായിട്ടുള്ള ഒരുവന് തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ കഴിയും. ഇത്തരത്തിൽ ഉള്ള തുലാധാരനും ജാജലിയും തമ്മിലുള്ള സംവാദം പറഞ്ഞ ശേഷം പിന്നെ അതേപോലെ വീണ്ടും ഇപ്പൊ കാര്യങ്ങളുടെ നിർവഹണം വളരെ ദുർഘടമാണ്. കാര്യനിർവഹണം, അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു ദൃഷ്ടാന്തം പറയുകയാണ്. ചിരകാരി എന്നുള്ള ഒരുവന്റെ കഥയാണ് ഉദാഹരിക്കുന്നത്. ഗൗതമന്റെ പുത്രനാണ് ഈ ചിരകാരി. പ്രാജ്ഞനായിട്ടുള്ള ചിരകാരി ഗൗതമപുത്രനാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടി വളരെയധികം ആലോചിച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ ചിരകാരി എന്ന്. നമ്മൾ എന്തൊരു സംഗതി ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം എന്താണ്, അതിൻ്റെ പ്രത്യാഘാതം എന്താണ്, അത് വളരെ ചിന്തിച്ച് ഗാഠമായി ചിന്തിച്ചിട്ടേ ചെയ്യൂ എന്നാണ്. ചിരനിദ്രകൻ, കാരികൻ, ആ പേര് തന്നെ വരാൻ കാരണം അതാണ്. വളരെയധികം ആലോചിച്ച് പ്രവർത്തിക്കുന്നവൻ. പക്ഷേ പലരും അവരെ തെറ്റിദ്ധരിച്ചു. അലസനാണ്, ബുദ്ധിശൂന്യനാണ്. വളരെയധികം ആലോചിച്ചും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് കണ്ണിന് പിടിക്കില്ല. എന്നിട്ട് പറയുകയാണ് മന്ദബുദ്ധിയാണ്. അങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നവരുണ്ടായിരുന്നു. ഒരിക്കൽ ഈ ഗൗതമൻ തൻ്റെ പത്നിയായിട്ടുള്ള അഹല്യയിൽ ദോഷം ആരോപിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന് മറ്റു പുത്രന്മാരുണ്ട്. പക്ഷെ ഈ ചിരകാരിയെ വിളിച്ചിട്ട് കൽപ്പിച്ചു എന്നാണ് ഗൗതമൻ. നിന്റെ അമ്മയ്ക്ക് പാതിവൃത്യഭംഗം സംഭവിച്ചിട്ടുണ്ട്, ദോഷം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിഗ്രഹിക്കുക എന്ന് നിർദ്ദേശിച്ചിട്ട് ഗൗതമൻ തപസ്സിനായിട്ട് പോവുകയും ചെയ്തു. അപ്പോ അച്ഛന്റെ ആ നിർദ്ദേശത്തിന് മറുപടി പറഞ്ഞു, അങ്ങനെ ആവാം എന്ന് പറഞ്ഞു. പക്ഷേ ആലോചിക്കുകയാണ്. അച്ഛൻ എന്താ പറഞ്ഞത്? അമ്മയെ നിഗ്രഹിക്കണം എന്നാണ്. പക്ഷേ അമ്മയെ എങ്ങനെയാ നിഗ്രഹിക്കുക? മാതൃഹത്യ എന്നുള്ള പാപം തന്നെ ബാധിക്കും. പിന്നെ എങ്ങനെയാണ്? അച്ഛൻ പറഞ്ഞാലും അമ്മയെ നിഗ്രഹിക്കുന്നത് ന്യായമല്ലല്ലോ, മാതൃഹത്യ തന്നെ പിടികൂടും. മറ്റൊരു വശത്ത് അച്ഛന്റെ കൽപ്പന പാലിക്കുക, നിർവഹിക്കുക എന്നതും പിതൃനിർദ്ദേശം, പിതാവിന്റെ നിർദ്ദേശത്തെ പാലിക്കുക എന്നുള്ളത് മഹത്തായ കാര്യമാണ്, മഹത്തായ ധർമ്മമാണ്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഭീഷ്മർ, പരശുരാമൻ, ശ്രീരാമൻ, എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അച്ഛന്റെ വാക്കിനെ പാലിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചവരാണ്. അപ്പൊ അച്ഛന്റെ കൽപ്പന നിർവഹിക്കുക എന്നുള്ളത് ധർമ്മമാണ്.
ഒപ്പം തന്നെ മാതാവിനെ രക്ഷിക്കുക എന്നുള്ളതും ധർമ്മമാണ്. അപ്പൊ ഇവിടെ തനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? രണ്ട് തരത്തിൽ രണ്ട് ധാർമ്മികമായ ഒരു കാര്യത്തിന്റെ ഇടയിൽപ്പെട്ട് നിൽക്കുകയാണ്. ധർമ്മസങ്കടത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന്. ഇവിടെ അച്ഛനും അമ്മയും ശത്രുതയിലായി, അല്ലെങ്കിൽ അച്ഛൻ തന്നോട് നിർദ്ദേശിക്കുകയാണ്, അമ്മയിൽ ദോഷമുണ്ട്, പാതിവൃത്യഭംഗം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിഗ്രഹിക്കണം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, അമ്മയെ നിഗ്രഹിച്ചാൽ പിന്നെ എനിക്ക് ആ മാതൃഹത്യാ പാപം ബാധിക്കും, ആ ദോഷം എന്നെ ബാധിക്കും. അച്ഛൻ പറഞ്ഞത് അനുസരിച്ചില്ല എങ്കിൽ അച്ഛനെ ധിക്കരിച്ച ആ ദോഷം എന്നെ ബാധിക്കും. അപ്പൊ ഇവിടെ രണ്ടും ഒരേപോലെ, അച്ഛനെ ധിക്കരിക്കാതിരിക്കണം, അമ്മയെ രക്ഷിക്കണം. കാരണം തന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും തുല്യരാണ്, മാതാപിതാക്കൾ. അപ്പൊ ധർമ്മം തെറ്റാതെ എങ്ങനെ പ്രവർത്തിക്കും? വളരെയധികം ആലോചിക്കുകയാണ്. തനിക്ക് രണ്ടുപേരോടും തുല്യമായിട്ടുള്ള കടമയാണ്. അച്ഛന്റെ വീര്യമാണ് തന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അമ്മയുടെ ശോണിതം, ശുക്രശോണിതങ്ങൾ സമ്മേളിക്കുമ്പോഴാണല്ലോ ഒരു പുതിയ ശിശു സൃഷ്ടിക്കപ്പെടുക. അപ്പൊ രണ്ടുപേർക്കും എന്നിൽ തുല്യ അവകാശമാണ്. ഇനി ഈ അച്ഛൻ ഗുരുമുഖ്യനാണ്. ആ അച്ഛൻ ധർമ്മം രക്ഷിച്ചിട്ട് വേദം പഠിപ്പിച്ചു. അച്ഛൻ എന്ത് കൽപ്പിക്കുന്നോ അതാണ് ധർമ്മം എന്ന് വേദവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിതാവിന്റെ പ്രീതി തന്നെ രൂപം കൊണ്ടതാണ് പുത്രൻ. ഒരു മകനെ സംബന്ധിച്ചിടത്തോളം സർവസ്വവും പിതാവാണ്. അപ്പൊ അച്ഛൻ എന്താണോ പറഞ്ഞത് അത് ചെയ്യുകയാണ് വേണ്ടത്, സംശയിക്കേണ്ടതില്ല. ആഹാരം തരണത് അച്ഛനാണ്, വിദ്യ പകർന്നു തരണത് അച്ഛനാണ്, ലോകജ്ഞാനം തരണത് അച്ഛനാണ്, പിതാവാണ്. അപ്പൊ അച്ഛൻ ധർമ്മമാണ്, മഹത്തായ തപസ്സാണ്. നമ്മളുടെ അച്ഛൻ സംപ്രീതനായി കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരും പ്രസാദിക്കും. ആരാണോ സ്വന്തം പിതാവിന് തൃപ്തിയെ പ്രദാനം ചെയ്യുന്നത്, അങ്ങനെയുള്ള പുത്രന് എല്ലാവിധ അനുഗ്രഹങ്ങളും സിദ്ധിക്കും. എത്ര വലിയ പാപത്തിനും തക്കതായ പ്രായശ്ചിത്തവും അതുതന്നെയാണ്, തൻ്റെ അച്ഛന് തൃപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു ചെടിയിൽ നിന്നും പൂക്കൾ അതിൻ്റെ ഞെട്ടറ്റ് താഴെ വീണു എന്ന് വരാം ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ. ഒരു വൃക്ഷത്തിൽ നിന്നും പഴങ്ങൾ വിട്ടുപോയിട്ട് ഞെട്ടറ്റ് താഴെ വീണു എന്ന് വരാം. പക്ഷേ ഒരിക്കലും അച്ഛൻ, ധർമ്മത്തിന്റെ സ്നേഹത്തിന്റെ മൂലമായിട്ടുള്ള അച്ഛൻ മകനെ കൈവിടില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് ഇദ്ദേഹം, ഈ ചിരകാരി. അപ്പൊ ഒരു മകന് അച്ഛനോടുള്ള കടപ്പാട് ചെറുതല്ല. അപ്പോൾ പിതാവ് എന്ന് പറയുന്നത് നിസ്സാരമായൊരു സ്ഥാനമല്ല. ഇത്രയും സമയം അച്ഛനെക്കുറിച്ച് ചിന്തിച്ചു, അപ്പോൾ വീണ്ടും അമ്മയെക്കുറിച്ചിട്ടുള്ള വിചാരമായി, അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മളുടെ ഈ ശരീരത്തിന്റെ, ഈ മനുഷ്യ ശരീരം തന്നെ കിട്ടാൻ, ഈ പാഞ്ചഭൗതിക ശരീരത്തിന്റെ പ്രധാന കാരണം അമ്മയാണ്. അരണി കടഞ്ഞ് അഗ്നി എപ്രകാരമാണോ ജ്വലിപ്പിക്കുന്നത്, അതേപോലെയാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥാനം തന്നെയാണ്. അമ്മയുണ്ടെങ്കിൽ നമ്മളൊക്കെ സനാഥന്മാരാണ്, അമ്മയില്ലെങ്കിൽ നമ്മളൊക്കെ അനാഥന്മാരായിട്ട് തീരുന്നു. ഒരു ഗൃഹത്തിൽ തൻ്റെ മാതാവുണ്ട് എങ്കിൽ ഭൗതികമായിട്ടുള്ള ശ്രേയസ് ഇല്ലെങ്കിൽ കൂടി അവൻ ശ്രീമാനാണ്. നമ്മൾ ബഹുമാനാർത്ഥമായിട്ട് ശ്രീമാൻ, ശ്രീമതി എന്നൊക്കെ ചേർക്കും. പക്ഷേ അവരോടൊപ്പം അവരുടെ ജീവിതത്തിൽ ഭൗതികമായ ശ്രേയസ്സുണ്ടോ ഐശ്വര്യമുണ്ടോ എന്നുള്ളതിന് പ്രസക്തിയില്ല. അവരോടൊപ്പം അവരുടെ അമ്മ ഉണ്ട് എങ്കിൽ ആ വ്യക്തി ശ്രീമാനാണ്.